നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ലെറ്റ്സ് വെൽക്കം നസീർക്ക, ജിനിച്ചേട്ടാ, അൻപിച്ചുകൊണ്ടിട്ടോ. ഹായ് ഹായ്, നമസ്കാരം. സുഖങ്ങളൊക്കെ തന്നെ. നമുക്ക് കൊടുങ്ങല്ലൂരിന്ന് മതിലകത്തുനിന്ന് കുടുംബശ്രീ ചേച്ചിമാര് വന്നിട്ടുണ്ട്. എല്ലാവർക്കും സ്വാഗതം. അവരുടെ ചെറുതുകളുണ്ട്. ആദ്യത്തെ സ്കിറ്റ് ഇറക്കട്ടെ. ഫ്ലവേഴ്സ് കോമഡി ഐറ്റംമാരുടെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ് ആണ് വരുന്നത്. ഓരോരുത്തരായിട്ട് വിളിക്കാം. സൈന്ധവുണ്ട്, അനന്യുണ്ട്, ദേവി ലക്ഷ്മി ഉണ്ട്. നല്ല കൈഡി. അവിടെ നിന്ന് മാറിയിരിക്കണേ. സാർ ഇപ്പൊ വരും. പിന്നെ സാറ് വരുമ്പോ എല്ലാരും എണീച്ചിരിക്കണം, അല്ലെങ്കിൽ സാറിന് ഇഷ്ടപ്പെടത്തില്ല. പിന്നെ ഒരു കാര്യം കൂടി, സാറ് വരുമ്പോ ആരും ഫോട്ടോ എടുക്കാനൊന്നും നിൽക്കല്, അതും സാറിന് ഇഷ്ടപ്പെടത്തില്ല. പിന്നെ നിങ്ങൾ മൂന്നേൽ സിനിമയിൽ കൂടെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലേ? തൊട്ടും പിടിച്ചോളാം, അഭിനയൊന്നും വേണ്ട. അത് അർണോളിന് ഇഷ്ടമല്ല. ആരാ വരുന്നത്? സൂപ്പർ സ്റ്റാർ വിവേക് ഖാൻ. ഷാറുഖ് ഖാന്റെ ആരിലാണ് ഈ ജാതി അവിടെ നിന്ന് വരുമെന്ന്. ഇത് സാധാക്കാൻ പെരുമ്പാവൂർക്കാരനാ. പിന്നെ ജീവ, സാറ് വരുമ്പോ ഇച്ചിരി ബഹുമാനം കൊടുക്കണം. രക്ഷപ്പെടും. എപ്പോഴും അവിടെ ഇരുന്നാ മതിയാ. സാറിന് വെച്ച ഫുഡ് ഇവിടെ ഇരിക്കണം. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സാറ് വരണം എന്ന് തോന്നണം. നിങ്ങള് മൂന്നുപേരും ഇങ്ങനെ നേരത്തെ എത്തിക്കാണുമല്ലേ? നിങ്ങള് ഫ്ലൈറ്റ് വന്ന് കാണും, ഞാൻ ഡ്രൈവ് ചെയ്തിങ്ങ് പോയിരുന്നു. പിന്നെ നമ്മളെ രണ്ടുപേരാണ് കോമ്പോ. നമുക്കിന്ന് തകർക്കണം കേട്ടോ. ഇതാണ് എന്റെ ബോഡി ഗാർഡ് അർണോൾഡ്. ഇവൻ എന്റെ കൂടെ എപ്പോഴും കാണും. പേര് അർണോൾഡും ഒരുമാതിരി മണിയനീറ്റാണ് ഫിഗറും. ഞാനാണ് സൂപ്പർ സ്റ്റാർ, അല്ലാതെ നീ അല്ല. കണ്ണാടി ഒന്ന് ഊരി വെക്ക്. ശരി സാർ. അല്ല, എവിടെ എന്റെ ഫുഡ്? അവിടെ ഉണ്ട് സാർ. ഓക്കെ. അല്ല, ഇതിന്റെ അകത്തിരുന്ന് എന്റെ പാപ്പ എന്തിയേ? അത് ഞാൻ ടെസ്റ്റ് ചെയ്ത് തീർന്നു പോയി. ടെസ്റ്റ് ചെയ്ത് തീർന്നു പോയെന്ന്? ഇവരിങ്ങനെ ടെസ്റ്റ് ചെയ്ത് പല സെറ്റിലും ഞാൻ പട്ടിണിയാ. ദൈവത്തെ ഓർത്ത് നീ ഉച്ചക്കത്തെ ഫുഡ് ടെസ്റ്റ് ചെയ്യണ്ട. അവരിനി വിഷം തന്നാലും ഞാൻ അതങ്ങ് തിന്നോളാം. അപ്പൊ എന്റെ ജോലി പോകൂലേ? അതങ്ങനെ. സാറ് ചത്തോയാ പിന്നെ എനിക്ക് അങ്ങനെ ജോലി കിട്ടും. ഞാൻ ചത്തു പോകുന്നതിന് കുഴപ്പമില്ല, അവന്റെ ജോലി പോകുന്നതിന് അവന് കുഴപ്പം. ഹലോ ഹലോ. ആ പറ അണ്ണാ. നമ്മുടെ സുധാരൻ മാമയില്ലേ? മാമ മരിച്ചോ അണ്ണാ? ആണോ? എപ്പോഴടക്കം? ഇന്ന് വൈകിട്ട് 4 മണിക്ക്. നമുക്ക് അങ്ങോട്ട് പോണ്ടേ? ആ പോവാ. നീ ഒരു കാര്യം ചെയ്യ്, ഇന്നിവിടെ 3:30 വരെ ഷൂട്ടുള്ളൂ. ഇങ്ങോട്ട് വാ, നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് വാ. പിന്നെ അണ്ണാ, ഞാൻ അങ്ങോട്ട് വരുമ്പോ പട്ടുസാരി ഉടുക്കണോ? നീ തൊട്ടടുത്തുള്ള ടെക്സ്റ്റൈൽസിൽ പോയി ലഹങ്ക വാങ്ങിച്ചിട്ടോണ്ട് വാ. എന്റെ ദൈവമേ, മരണ വീട്ടിൽ പോ പട്ടുസാരി ഉടുത്തോണ്ട് വരട്ടാന്ന്. ഇവളെ എന്തോ ചെയ്താ കൊള്ളാം. അല്ല അർണോൾഡ് സാർ, ഒടിഞ്ഞു പോടാ. എനിക്ക് നാളെ ഒരു ഉദ്ഘാടനമുണ്ട് സാർ. ബോഡി ഗാർഡ്സ് ഇനിയും കൂടുതൽ വേണോ? അവരൊരു പട്ടിക്കുഞ്ഞു പോലും വരത്തില്ല. എന്റെ പേയ്മെന്റ് തന്നെ അവർ അത്തച്ചീട്ടി പിടിച്ചിട്ടാണ് എനിക്ക് തരുന്നത്. അതുകൊണ്ട് നീ ഒറ്റരം എന്റെ കൂടെ വന്നാൽ മതി. സാർ എന്തിനാണ് ഈ ആരാധകർ ഇങ്ങനെ പേടിക്കുന്നേ? അത് പിന്നെ അർണോൾഡ്, കഴിഞ്ഞ 3 പടത്തിനും എനിക്ക് നല്ല പേര്. ആരാ വെച്ചറിഞ്ഞു തരുന്നെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നിന്നെ ഞാൻ കൂടെ കൂട്ടിയേക്കുന്നേ. അല്ല, എത്ര പേര് വന്നാ നീ തടഞ്ഞു നിർത്തും? 1000 ആൾക്കാർ വന്നാ ഉരുക്കുപോലെ നിൽക്കും. ഈ അർണോൾഡ് കാട്ടാന കുത്താൻ വന്നപ്പോ ചൂണ്ടുവിരലോണ്ട് നിർത്തിയ ആളാണ് എന്റെ അപ്പൂപ്പൻ. എന്നിട്ട് ഈ ചൂണ്ടുവിരലിൽ പവിത്ര ഇട്ട് അതിനാ പിന്നെ അപ്പൂപ്പനെ ബലിയിടണ്ടേ? സാർ, ഇന്ന് 3:30 ഷൂട്ട് കഴിയല്ലോ അല്ലേ? അല്ല അർണോൾഡ്, എനിക്ക് നൈറ്റിൽ ഷൂട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് രാത്രി കഴിഞ്ഞേ പോകാൻ പറ്റത്തുള്ളൂ. ആണോ സാർ? അതെ. ദൈവമേ, പെട്ട് അണ്ണാ. നിങ്ങൾ ഇവിടെ നിൽക്കുവരുന്ന ഞാൻ നിങ്ങളെ തണുത്ത വണ്ടിക്കകത്ത് ചെന്ന് നോക്കി. തണുത്ത വണ്ടിയാ? ഒരു ഫ്രിഡ്ജ് പോലത്തെ വണ്ടി എവിടെ നിന്നണ്ണ? അന്റെ ഒത്ത് കയറിയപ്പോ അവരെന്നെ ഇറക്കി വിട്ടണ്ണ. പിന്നെ നയൻതാരല്ലേ കാരവാന്റെ അകത്ത് ചെന്ന് കയറുമ്പോ ഇരുത്തി കൊടുക്കാൻ. അണ്ണാ എന്തേ? ഞാൻ ഒരു കാര്യം പറഞ്ഞേക്ക് സഹായിച്ചു തരും. ഓ, എന്നെ ഒന്ന് പരിചയപ്പെടുത്ത. അതൊന്നും പറ്റൂല. സാറ് കുറച്ച് തിരക്കിലാണ്. നീ അങ്ങോട്ട് മാറിയില്ലേ? പ്ലീസ് അണ്ണാ, പ്ലീസ്. ഒറ്റ ഫോട്ടോ. എന്താ അവരുടെ പ്രശ്നം? ആരാത്? സാർ, ഇതാണ് എന്റെ ഭാര്യ. താങ്കളുടെ വൈഫാണോ? എന്നിട്ടാണോ പുറകിലോട്ട് മാറിയിരിക്കുന്നത്? ഫ്രണ്ടിലോട്ട് വരൂ. എന്താ കുട്ടിയുടെ പേര്? സരോജം. അടക്കോ ഒതുക്കമുള്ള പെൺകുട്ടികളോ? ഒരു പേര് പറയാൻ പോലും വാ തുറക്കാത്ത കുട്ടി. വായിൽ നാക്കൊണ്ടോ അതോ നാണമായിട്ടാണോ? നിങ്ങൾ ഇവിടെ സംസാരിച്ചിരി, ഞാൻ പോയി മേക്കപ്പ് ചെയ്തിട്ട് വരാം. ഓക്കെ അണ്ണാ, പാണ്ണ നമുക്ക് പോവാം. ഇപ്പൊ ചെന്നാല് അമ്മാവനൊരു നോക്കെങ്കിലും കാണാൻ പറ്റും.
എന്തിനാടി അകത്ത ബന്ധത്തിലുള്ളവനെയൊക്കെ കാണാൻ പോകുന്നത്? അങ്ങനെ പറയരുത്. എന്നെ നിങ്ങളെ കൈപിടിച്ചെന്ന മനുഷ്യനാണത്. അതിനുശേഷം ഞാൻ ആ മുറ്റത്ത് പോലും പോയിട്ടില്ല. ഇങ്ങനെ കിടന്ന് കൂറ്റപ്പെടുത്താതെ നമുക്ക് പോവാം. എടി, ഞാൻ ഒരു കാര്യം പറയാം, നീ അത് ശ്രദ്ധിച്ച് കേൾക്കണം. എന്തരണ്ണ? ഇന്ന് സാറിന് നൈറ്റ് ഷൂട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റൂല. നീ പോയിട്ട് വാ. എങ്ങനെ? ഇന്ന് സാറിന് ഇവിടെ നൈറ്റ് ഷൂട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റത്തില്ലല്ലോ. നീ പോയിട്ട് വാ. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്റെ കൂടെ വരാൻ പറ്റുമോ? ചേച്ചിമാരെ, നിങ്ങൾ ഇത് കേൾക്കണം. എനിക്ക് എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞാൽ എങ്ങനെ വരാൻ പറ്റില്ല. ചേറിന്റെ കൂടെ പോണം. അത് കഴിഞ്ഞ് എന്റെ പിള്ളേരെ കൂടെ ഒന്ന് കറങ്ങാൻ പോകണമെന്ന് പറഞ്ഞാൽ അതും എങ്ങനെ പറ്റൂല. ചേറിന്റെ കൂടെ പോണം. അത് കഴിഞ്ഞ് എന്റെ വീട്ടുകാരൊന്ന് കാണാൻ പോകുന്ന പറഞ്ഞാൽ അതും എങ്ങനെ പറ്റൂല. ചേറിന്റെ കൂടെ പോണം. അത് കഴിഞ്ഞ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ അതും എങ്ങനെ പറ്റൂല. ചേറിന്റെ കൂടെ പോണം. അതെ, എന്താ ഇത് കാണിക്കാത്ത? റിപ്പീറ്റേഷൻ ആയിപ്പോയി. നീ ഒരു കാര്യം ചെയ്യ്, ഇപ്രാവശ്യം നീ പോ. അടുത്ത മാമൻ മരിക്കുമ്പോ നമുക്ക് ഒരുമിച്ച് പോവാ. ഇതല്ലേ കഴിഞ്ഞ ആഴ്ച 3 മാമന്മാര് മരിച്ചപ്പോഴും താൻ പറഞ്ഞത്? ഇനി എന്റെ കുടുംബത്തിൽ മരിക്കാൻ വേറെ മാമന്മാരില്ല. ബന്ധുക്കളുണ്ടല്ലോ. ആര് ചാവളെന്ന് കാത്തിരിക്കണല്ലേ? അർണോൾഡ് സാർ, എന്റെ ഫാമിലിയായിട്ട് നമുക്ക് ഒരാഴ്ച മൈസൂർ വരെ ഒന്ന് പോണം. നിങ്ങളുടെ ഒരു കണ്ണ് അവിടെ എനിക്ക് വേണം. എന്തിനാടോ കണ്ണ് മാത്രമായിട്ട് എടുക്കണേ? താലിയാളെ മൊത്തത്തിലങ്ങോട്ട് തനിക്ക് മുഴുക്കട്ടങ്ങോട്ട്. ഞാൻ ഈ താലി ഉരി തന്റെ തരാം. താലിയാളെ അങ്ങ് കെട്ട്. ഞാൻ പറയും, താനെന്തോ ചെയ്യണോ? ഈ റെഡ് കാർപ്പറ്റ് പോലെ നാക്കുള്ള ഇവരെ കുറിച്ചാണോ ഞാൻ ഇത്ര പറഞ്ഞിട്ട് പറഞ്ഞത്? 1000 പേര് വന്നാലും ഉരുക്കുമല്ലോ നിൽക്കുമെന്ന് പറഞ്ഞവന്. അവന്റെ പെണ്ണുമ്പിള്ള വന്നപ്പം തല അകത്തോട്ട് വലിക്കുന്നാൽ അവനൊക്കെ വലിഞ്ഞു. ഉണ്ടോ മനുഷ്യ ഇയാളെ പുറകെ ഇങ്ങനെ നടക്കാൻ? സാറിനൊരു വധഭീഷണിയുണ്ട്. എപ്പോഴാണ് ബോംബും വെടിയുണ്ടേ വരണേന്ന് പറയാൻ പോലും പറ്റൂല. ബോംബും വെടിയുണ്ടേ ഇച്ചിരി നനഞ്ഞ കരിയില ഒരു ചട്ടിക്കകത്തിട്ട് പോച്ചോണ്ട് മുന്നിൽ വെച്ചു കൊടുത്താ തല കറങ്ങി വീണ് പെണ്ണുമ്പിള്ളയോട് നിന്നെ കാണാൻ വന്നയാണോ അതെന്നെ ആക്ഷേപിക്കാൻ വന്നയാണോ? പെങ്ങളെ ഇപ്പോഴത്തെ വിഷയം എന്നോട് പറ. എന്നോട് ക്ഷമിക്കണം. വലിയ അണ്ണനാ ആ പുല്ലന്തരയിലും വിളിക്കട്ട്. അണ്ണനറിയാമോ, ഞാൻ എന്തെങ്കിലും പറഞ്ഞ ഇങ്ങൾക്ക് ഒരു കാലത്തും എന്റെ കൂടെ വരാൻ പറ്റൂല. നിങ്ങളുടെ അമ്മാവന്റെ മോളാണേ ഞാൻ ചോദിച്ച സ്വർണം കൊടുത്തിട്ട് എന്നെ കെട്ടിയത്. അത് ശരിയാ. എനിക്ക് ഇച്ചിരി പൈസക്ക് ആവശ്യം വന്നപ്പോ അമ്മാവന്റെ അടുത്ത് സ്വർണം പണയം വെക്കാൻ തരുമെന്ന് ചോദിച്ചു. അന്നേരം അമ്മാവൻ നാണ്ടി ഇവിടെ മൂക്കുത്തിയാണ് പണയം വെക്കാൻ തന്നത്. മൂക്കുത്തി എന്റെ കഷ്ടകാലത്തിന് എനിക്ക് അത് തിരിച്ചെടുത്ത് കൊടുക്കാൻ പറ്റിയില്ല. അന്ന് എന്റെ തലയിലായ മുതലാണ് ഈ നിൽക്കണം. അതാണ് ഇവള് പറഞ്ഞ ചോദിച്ച സ്വർണം. നിങ്ങൾക്ക് ഇപ്പൊ എന്റെ കൂടെ മരണ വീട്ടിൽ വരാൻ പറ്റുമോ? സർ, അർണോൾഡ്, നിന്നെ ഞാൻ വിടത്തില്ല. നീ എന്റെ ബോഡി ഗാർഡാണ്. നിന്നെ ഞാൻ വിടത്തില്ല എന്ന് വെച്ചാൽ വിടത്തില്ല. നിങ്ങൾ ഇപ്പൊ എന്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ അത് എനിക്ക് ഇപ്പൊ അറിയണം, കേട്ടില്ലേ? ഇല്ലെങ്കിൽ ഇവിടെ ഒരു ഷൂട്ട് നടക്കൂല, ഒന്നും നടക്കൂല. ഈ അമരവള ശാന്ത ആരെന്ന് നിനക്കൊന്നും അറിഞ്ഞൂടാ. അപ്പൊ സാറിന് ബോഡി ഗാർഡ് വേണ്ടേ? നീ അവിടെ പോതെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ബോഡി ഗാർഡിന്റെ ബോഡി ഞാൻ കാണേണ്ടി വരും. അതുകൊണ്ട് നീ പൊക്കോ. ഒടിഞ്ഞു പോകണോ? ഐറ്റന്മാരുടെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസിന് ഒരു ഉഗ്രം കൈയടി. നല്ല സ്കിറ്റായിരുന്നു മക്കളെ. കലക്കി, താങ്ക് യു. നന്നായിരുന്നു. നല്ല കണ്ടന്റ്. ഒരു സൂപ്പർ സ്റ്റാറിന് ഒരു ബോഡി ഗാർഡ്, അദ്ദേഹത്തിന്റെ വൈഫ്, മരണത്തിന് കൂടാൻ പോകുന്ന ത്രെഡ്. നല്ല രസമുള്ള ഒരു ത്രെഡായിരുന്നു. നിങ്ങൾ അതിമനോഹരമായിട്ട് ചെയ്തു. അതിൽ ഏറ്റവും കൂടുതൽ ദേവിലക്ഷ്മിയാണ്. കലക്കി. മൊത്തത്തിലൊരു എന്താ അമരവിള ശാന്ത. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. സരോജമാണോ അമരവിള ശാന്തയാണോ? അമരവിള ശാന്ത ആണോ? അതിൽ എനിക്ക് 2 പേരുണ്ട്. സരോജ വീട്ടുപേരും ശാന്ത ശരിക്കുള്ള പേരും. അതൊക്കെ വീണെടുത്ത് കിടന്ന് ഉരുളുന്ന പിള്ളേരാ. നീ ഒരു കാരണവശാല നിങ്ങളുടെ അടുത്ത് 2 പേരുണ്ടോ? എനിക്ക് എന്തായാലും 3 പേര് നല്ല രസമായിരുന്നു. ഇന്ന് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടല്ലോ നമ്മുടെ അർണോൾഡ് ആണോ? ആ, അനന്യയ്ക്ക് നല്ല ചേർച്ചയുണ്ട് കേട്ടോ. അർണോൾഡ് ഗംഭീരമായിട്ടുണ്ട്. കാര്യം ഇതിന് സെക്യൂരിറ്റി ആയിട്ട് പോകാൻ പറ്റിയ ഗണത്തിൽപ്പെട്ട ഒരാളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നീ ഇന്ന് കുറേ ശ്രദ്ധിച്ച കാര്യങ്ങളൊക്കെ കേട്ടോ. മാക്സിമം നീ ഇങ്ങോട്ട് നോക്കാതെയും കുറച്ച് ഓളിയൊക്കെ കുറച്ച് ഒന്ന് ലെവൽ ചെയ്തൊക്കെ വരുന്നുണ്ട്. ഇത് പോരാ, ഇനിയും കുറച്ചുകൂടെ നന്നാക്കണം കേട്ടോ. മോഡുലേഷൻ പിടിക്കണം. 3 പേരും കലക്കി. ഓൾ ദ ബെസ്റ്റ്. ചേട്ടാ അടിപൊളിയായിരുന്നു കേട്ടോ. കുറച്ച് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ കറക്റ്റായിട്ട് പാലിക്കുന്നുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. കാരണം കുറച്ചും കൂടി അന്നത്തെ പോലെ ബൈഹാർട്ടല്ല, ശരിക്ക് ആക്ഷൻ റിയാക്ഷൻ ലൈവ് ഫീൽ ചെയ്തിരുന്നു. അതില് ദേവിലക്ഷ്മി ആ കോമഡിക്ക് വേണ്ട മോഡുലേഷൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. നിങ്ങൾ 3 പേരും ചെയ്തത് നല്ല ക്ലാരിറ്റി, ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു കേട്ടോ. അനന്യ മോള് ചെയ്തതും
അതുപോലെ തന്നെ സൈന്ധവേ നീ റേഞ്ചൊക്കെ കുറച്ച് കുറച്ചിട്ടുണ്ട് കീറി പൊളിക്കണല്ല. കാരണം കുറച്ചൊക്കെ കുറക്കണം, അല്ലെങ്കിൽ എന്താ പറയാ പോഷകം ശരീരത്ത് പിടിക്കൂല. കുറച്ച് പോഷകക്കുറവുണ്ട്. ആഹാരം കൊണ്ടു ജീവനൊക്കെ കണ്ടോ വെട്ടി വിഴുങ്ങുവൻ. അതങ്ങനെ നല്ല സുന്ദരനായിട്ട് കഴിക്കണ്ടേ നമ്മള്, ഭക്ഷണം കഴിക്കണ്ടേ? എടാ ഭക്ഷണം കഴിക്കാത്ത ആളാ നമ്മളെ ഉപദേശിക്കുന്നത്. അപ്പൊ അടിപൊളിയായിരുന്നു. പിൻവാങ്ങി. ചേട്ടാ ഞാൻ ചോദിച്ചു തന്നു, സന്തോഷം. ചേട്ടാ മക്കളെ നന്നായിരുന്നു, സൂപ്പറായിരുന്നു. നിങ്ങളെ എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് നിന്ന് പോയാന്നൊരു സംശയം. ഇനിയപ്പോ നമ്മൾ അതിനകത്തോട്ട് അങ്ങോട്ട് ഇറങ്ങി വന്നുകൊണ്ടാണോ നിങ്ങൾ അത്രയും ചിരിപ്പിച്ചുകൊണ്ടാണോ അറിയില്ല, പെട്ടെന്ന് തീർന്നു പോയ പോലെ എനിക്ക് തോന്നി. അയ്യോ പെട്ടെന്ന് തീർന്നു പോയല്ല. ശരിക്കും അങ്ങനെ വേണം ഒരു സ്കിറ്റ് അവതരിപ്പിക്കുമ്പോഴും. നമ്മൾ എന്ത് അവതരിപ്പിക്കണോ അയ്യോ ബാക്കി എന്ത് ചെയ്യുന്നു ചോദിക്കുന്ന രീതിയിലായിരിക്കണം. അവലെ മടുക്കാത്ത രീതിയിലാണല്ലോ അവതരണം. 3 പേരും നന്നായിട്ട് അഭിനയിച്ചിട്ടാ. എനിക്ക് തോന്നുന്നു ദേവി നല്ല കിടുക്കനായിട്ട് ചെയ്തിട്ടാ. നമ്മൾ നേരത്തെ പറഞ്ഞോട്ട് തന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് ആക്ഷനും റിയാക്ഷനൊക്കെ കൂട്ടി തന്നെ ചെയ്യണത്, സ്റ്റേജിലെ ഒരു പെർഫോമൻസ് പോലെ തന്നെ. അതുപോലെ അനന്യ നന്നായിട്ടുണ്ട് കേട്ടോ. ബോഡി ഗാർഡ് ഇയാളെ കാണുമ്പോൾ നടു കുനിച്ചിലും ആ സാധനങ്ങളൊക്കെ ഒടിയും. പക്ഷേ എന്തൊക്കെ അർണോൾഡ് ആണെങ്കിലും വീട്ടിൽ ചെന്ന ഒരു രക്ഷയില്ല. അമരവിള ശാന്തയുടെ മുമ്പില് ഒന്നുമല്ല. പിന്നെ എനിക്ക് തോന്നുന്നത് സൈന്ധവന്റെ എൻട്രി ഉഗ്രനായിരുന്നു കേട്ടോ. ഒരു സ്റ്റാർ, ഒരു തിരക്ക് പിടിച്ചുള്ള സ്റ്റാർ എങ്ങനെ വരും അതേപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു സൈന്ധവനെ മീശയില്ലാതെ കാണുന്നത് അപൂർവമാണ് അല്ലേ? മീശയില്ലാത്തത് കൊണ്ട് ഒരു സ്റ്റാർ ലെവല് തോന്നിക്കുന്നുണ്ട്. മുടിയൊക്കെ എങ്ങനെ ഒരു ഖാൻ ലുക്ക് ഉണ്ടായിരുന്നു. അതുപോലെ നടത്തവും കാര്യങ്ങളൊക്കെ 3 പേരും നല്ല ഭംഗിയായിട്ട് ചേട്ടാ. അത്യാവശ്യം കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ. ടിനിച്ചേട്ടൻ പറഞ്ഞ പോലെ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ഗ്യാപ്പിട്ടൊക്കെയാണ് ഡയലോഗ് പറയണത്, കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നത്. ഒരുപാട് ഇനിയും ചിരിപ്പിക്കാം. ഇത് നല്ലായിരുന്നു. ഓൾ ദ ബെസ്റ്റ് കേട്ടാ. താങ്ക് യു. അപ്പോ മാർക്സ് ചേട്ടാ തന്നോ? ഞാനൊരു 15 രൂപ. 15,000 രൂപ. ബിജുകോട് ചേട്ടനാണോ നസീർക്കാണോ ആരാ തരുന്നത്? ബിജുകോട് ചേട്ടാ 15,000 കൊടുത്തോട്ടാ. ഞാൻ ഒരു 15,000 രൂപ കൊടുക്കാം. 30,000 രൂപ ആയിട്ടുണ്ട്. ചേർക്ക ബാക്കി അറിഞ്ഞു കൊടുത്തേക്കാം. കിടക്കുന്നു ടോട്ടൽ എമൗണ്ട് 50,000 രൂപ. കൊള്ളാം. അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പം 75 ഒന്നും വാങ്ങിക്കണം. ഓക്കെ അമരവിള ശാന്ത ശരി കേട്ടോ. നമ്മള് വിളിക്കുമ്പോ പറഞ്ഞോ കേട്ടോ. സാർ ഒരു ഫോട്ടോഗ്രാഫ് എപ്പോഴേലും ഫ്രീ ആവും. ഐ ലവ് യു സാർ. ഫ്ലവേഴ്സ് കോമഡി ഇതായിച്ചമ്മേരയുടെ ടീം ട്രിപ്പിൾ-S വിളിക്കട്ടെ. ലെറ്റ്സ് വെൽക്കം ശ്യാം, ശംഭു, ശെൽവൻ. നല്ല കൈയടി. മക്കളെ ആര്യേ മോളെ, ഏട്ടൻ പാടിയ പാട്ട് എങ്ങനെ ഉണ്ടടി? ആദ്യ രാത്രി ആയതുകൊണ്ട് നിനക്കൊരു മൂഡ് വരാൻ വേണ്ടിയല്ലേ ഏട്ടൻ പാടിയേ? നീ എന്താ എന്റെ പാട്ട് കേട്ടിട്ട് ഒന്നും മിണ്ടായിരിക്കണേ? നീ മൊബൈലിൽ കുത്തി കളിക്കുകയാണോ? ഏട്ടന്റെ പാട്ട് എങ്ങനെയുണ്ടെന്ന് പറ മോളെ. ആര്യേ ഡി ഓടരുത്. ഡി നീ എന്തിന്റെ അടുക്കള വരെ ഓടണം? അതിലെ ഓടേണ്ട കാര്യം എന്തുവാ? ഇതോടെ പട്ടി ഉണ്ടെന്ന് അതിലെ ഓടരുതെന്ന്. ദേ പെണ്ണത് അതിലെ ഇറങ്ങി ഓടണം. എനിക്ക് വയ്യ. അയ്യോ ഇവിടെ അടുക്കള വഴി പോയാൽ ഞാനിപ്പോ ഇത് എന്ത് ചെയ്യും? അയ്യോ എടി കാറി കൂടെ കയറി പോവരുത്. നീ തിരിച്ചു വാ. എടി കാറി കയറി പോവരുത്, തിരിച്ചു വരാൻ. ആര്യേ എടി ആര്യേ. 40-42 വയസ്സായിട്ട് കല്യാണം കഴിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി നടന്നിട്ട് ഇപ്പൊ ഒരു കല്യാണം കഴിച്ചപ്പോഴത്തേക്ക് അവൻ സാറ്റ് കളിക്കുന്ന കയറി റൂമിൽ കയറി പോള ഇറക്കാൻ അങ്ങോട്ട്. മാമനെ ആദ്യ രാത്രിയായിട്ട് എന്റെ മുറിക്കകത്ത് ഇടുന്ന സംഭവം വല്ലതും അറിഞ്ഞ? ഓടാ ഒന്നും പ്രായം നോക്കണ്ടടാ. എല്ലാ കഥവും അടച്ച് കുറ്റിയിട്ടിട്ട് ഒരു വാം ലൈറ്റെങ്കിലും വെക്കണ്ടേ? എന്നിട്ട് കണ്ട കേട്ടാന്നായിട്ട് ആര്യ യൂബർ വിളിച്ചു പോയി. അയ്യോ അവളെന്തിനു പോയത്? ഞാനൊന്നും ചെയ്തില്ല മാമ. ആദ്യ രാത്രി അല്ലേ, അവൾക്കൊന്ന് സന്തോഷമാവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഒരു വരി പാട്ടങ്ങ് പാടി. അങ്ങനെ പണേ എടാ, നിന്റെ അച്ഛനെ പേടിച്ച് നിന്റെ അമ്മ പോയതെന്തിനാ? അച്ഛന്റെ പാട്ട് കാരണം. അത് നിനക്ക് അറിയായില്ലേ? അപ്പൊ അത് നിനക്ക് അറിയാം. പിന്നെ നീ അത് കണ്ടല്ലേ നീ വളർന്നത്. എന്നിട്ട് എന്തിനാ ആ പെണ്ണുമ്പോ ചെന്ന് പാടാ പോയത്? അതുകൊണ്ട് അവൻ ഇറങ്ങി ഓടിയത്. എടാ കല്യാണം കഴിക്കാൻ തേരാ പറഞ്ഞ് നടന്നപ്പെടുത്തി അപ്പുറത്തെ വീട്ടിലെ വക്കീലല്ലടാ നിനക്ക് ഒരു പെണ്ണൊപ്പിച്ച് തന്നത്. ഞാൻ വക്കീലെടുത്ത് ഞാൻ എന്ത് മറുപടി പറയണം? ഇത് സമാധാനം പറഞ്ഞു പറ. ആ മിസ്റ്റർ നന്ദൻ എന്നോട് ഇതിനെ മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. എന്താ കോളേജ് ജംഗ്ഷനിൽ ഒരു കൊച്ചു നിൽക്കിട്ടുണ്ട്, അവൻ പ്രകസനം കാണിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ അത് വിസ്തരിക്കാൻ വേണ്ടി ഞാൻ കോടതിയിൽ എടുക്കും. എന്നിട്ട് മനസ്സിലാക്ക്, എടാ കൊച്ചു നിൽക്കിട്ടുണ്ട് കോളേജ് ജംഗ്ഷനിൽ നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനേഴ്സ് വേണ്ട ഒരു മനുഷ്യന്. ഓക്കെ ഞാൻ വിളിക്കാൻ എന്തുവാടാ കല്യാണത്തൊക്കെ രാത്രിയായിട്ട് നീ ഇവിടെ കിടന്ന് ഇറങ്ങുന്നത്? അല്ല വക്കീലേ, നമ്മളൊക്കെ പ്രായമുള്ളവരല്ലേ. അവന്റെ കല്യാണം കഴിഞ്ഞ ദിവസമാണ്. വക്കീലിന്റെ സഹായം അവനൊന്ന് വേണം. ആദ്യ രാത്രിയല്ലേ, മുറിയിൽ ആളില്ല.
എടാ നിനക്ക് അവിടെ ലക്കി കൂപ്പണ്ട് നറുക്കെടുപ്പ് എടുത്തോണോ അവിടെ ആളില്ലെന്ന് പറയാൻ വേണ്ടിട്ട് നിന്റെ ആദ്യ രാത്രിയല്ലേടാ നീ ആളില്ലെന്ന് പറഞ്ഞ മെഗാ ഷോയ്ക്ക് പോയി നിൽക്കുന്ന പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞുതരാം. എന്താ ആദ്യ രാത്രി ഞാനൊന്ന് പാടി അവളിറങ്ങി വീട്ടിലോട്ട് ഓടി. ഈ പെണ്ണ് കാണാൻ പോയപ്പോ ഞാൻ ഒറ്റ ഡിമാൻഡ് നിന്നോട് വെച്ചോളാറുണ്ട്. നീ എന്താ ചെയ്ത നീ പാടിയോ? ഒരു പെക്കൊഴിക്കാം നീ പാടിക്കുന്നല്ലേ നീ എന്താ അർത്ഥത്തിലാ പാടിയത്? ഞാൻ ഒറ്റ ഡിമാൻഡ് വെച്ചോളാരുണ്ട്. ഏത് പാട്ടാ പാടിയത്? കണ്ണോട് കണ്ണോട് കണ്ട നേരം 1000 താമര പൂത്തു നിന്നു വെള്ളം ഒഴിച്ചുതരാം. വെള്ളം ഒഴിക്കണ്ട, അവന്റെ മിന്നൽ വിളയിൽ അതങ്ങ് പൊക്കോളും. ഒരു മര്യാദ എന്ന് പറയുന്ന ഒരു സാധനം വേണം. ഈ റെസിഡൻസ് അസോസിയേഷനിലും ഒരു വീട്ടിലെങ്കിലും പൂച്ചയോ പട്ടിയോ ഉണ്ടോ? ഇല്ല. മേടിക്കാൻ കാശില്ലാഞ്ഞിട്ടോ വളർത്താൻ കഴിയാഞ്ഞിട്ടല്ല. ഇവന്റെ ഈ പാട്ട് പൂച്ചയെ പട്ടി ഒട്ടിക്കുന്ന പാട്ടാണ്. ഇവന്റെ ഈ പാട്ടിനെ പേടിച്ച് ഞാനൊരു ചെവി കേൾക്കാത്ത പേശയും പൂച്ചയെ വീട്ടിൽ വളർത്തി. ആ പൂച്ച വരെ ഇവന്റെ പാട്ട് കേട്ട് പേടിച്ച് ഓടി. ആ ഇവന്റെ അടുത്ത് പാട്ട് പാടില്ലെന്ന് പറഞ്ഞാൽ കേൾക്കില്ല. ഈ പേശൻ പൂച്ചയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർമ്മിച്ചത്. എന്താ? അമ്മാമ്മയ്ക്ക് മരുന്ന് കൊടുത്തില്ല. പോയി കൊടുക്ക. ഞാൻ ഒന്നും ചെയ്തത്. ഒരു മര്യാദ വേണം കേട്ടോ. ഞാൻ ഒന്നും ചെയ്തില്ല. അയ്യോ കാല ഞാൻ കൊല്ലൂടാ. അല്ല എന്താ കാര്യം എന്തോ? എവന്റെ ഈ പാട്ട് കാരണം നടന്നു എന്റെ അമ്മാമ ഷെയ്ഡിൽ കയറി പേടിച്ചിരിക്കുന്നു. ഒരു മര്യാദ വേണ്ടേടാ. നീ ഒരു പെങ്കൊച്ചിനെ ഓട്ടിച്ചതാ ഒരു അമ്മാമ വയ്യാതെ തളർന്നിടുന്ന ഒരു അമ്മാമ ഷെയ്ഡിൽ കയറി ഇരിക്കുന്ന എന്ത് പാട്ടാണ് നീ പാടുന്നത്? അറിയാതെ ചോദിക്കുക, എന്റെ പാട്ടിന് എന്താ കുഴപ്പം? നിന്റെ പാട്ടിനെന്താ കുഴപ്പമൊന്നും? തൃപ്പരപ്പിൽ അമ്പലത്തിൽ എന്താ ഉത്സവം? വർഷം കൂടുമ്പോ 20 വർഷം കൂടുമ്പോ 20 വർഷം കൂടുമ്പോ ഉത്സവം തന്നെ. അവിടെ നീ പാട്ടിന്റെ പാട്ട് പാടിയോ? നീ അവിടുത്തെ ദേവിയുടെ കാരുണ്യം കൊണ്ടും കമ്മിറ്റിക്കാരുടെ കാരുണ്യം കൊണ്ടും 2 വരി മൂളാൻ സാധിച്ചു. 2 വരി മൂളാൻ നിനക്ക് സാധിച്ചു. പക്ഷെ ആ കമ്മിറ്റിക്കാർക്ക് ഇതുവരെ പിന്നെ ഒരു ഉത്സവം നടത്താൻ അവസരം കിട്ടിയിട്ടില്ല. ഇപ്പോഴും പ്രതിഷ്ഠയ്ക്ക് പോലെ അമ്പലത്തിൽ എന്തോന്നറിയോ? ഇവന്റെ ലുക്ക് ഔട്ട് നോട്ടീസ് വെച്ചേക്കുന്നത്. ലുക്ക് ഔട്ട് നോട്ടീസ്. അവൻ പാടി തോപ്പിക്കാൻ വേണ്ടി നടക്കും. അവൻ നാട്ടുകാരെ പാടി തോപ്പിക്കാൻ വേണ്ടി. പുറത്തിറങ്ങാൻ പറ്റും. ഭയങ്കര നാണക്കേടുന്നു. എന്താ കാര്യം? ഞാൻ പുറത്തോട്ടിറങ്ങിയ സൊസൈറ്റി ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? നമ്മള് സൊസൈറ്റിയിൽ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മളെല്ലാരും കവർ പാറല്ലേ മേടിക്കുന്ന. നമ്മള് സൊസൈറ്റിക്കാർ ചോദിച്ചാ മുന്നോട്ട് ഇങ്ങനെ നിന്നോളണം കേട്ടോ. ആവശ്യമില്ല. അതല്ല വക്കീലേ, ഞാനൊരു ഇന്ത്യൻ പൗരനാണ്. ഞാൻ പബ്ലിക്കിനോട് ഞാൻ എന്ത് പറയും? വക്കീല് കേൾക്കണം. അപ്പുറത്തെ സ്കൂളിൽ ദേശീയഗാനം കേട്ടപ്പം അത് ഏത് സിനിമയിലെ പാട്ടെന്ന് ചോദിച്ചവനാ ഇവൻ. അവനാണ് ഇന്ത്യൻ പൗരൻ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഞാൻ തുറന്നു പറയുന്നു. എന്താണ് പറഞ്ഞത്? അവളുടെ അച്ഛൻ ഒരു പാവം മനുഷ്യനാണ്. സപ്താഹ യജ്ഞത്തിലൊക്കെ പോകുന്ന ഒരു മനുഷ്യനാണ്. അവകേരെ അടുത്തൊന്ന് വിളിച്ച് പറ, ഞാൻ വേണമെങ്കിൽ നമ്പർ തരാം, ഒന്ന് വിളിച്ച് പറ. ആര്യയുടെ അടുത്തൊന്ന് പറയാനൊന്നും. ഞാൻ സംസാരിക്കാം. നമ്പറിന്റെ കയ്യിലുണ്ടല്ലോ കക്ഷിയുടെ. ഹലോ, നമ്മുടെ അരുൺകുമാറില്ലേ? അരുൺകുമാർ മാരീഡ് ഇടുന്ന. ഓ അതെ, സമീപവാസിയാണ്. ഞാൻ വക്കീലിന്റെ മാകാന്തനാണ്. ഓ ആ ഓക്കെ. പുള്ളി എന്തോ ചെയ്യുന്നു പറഞ്ഞു? സപ്താഹ യജ്ഞത്തിൽ മന്ത്രങ്ങൾ ചൊല്ലുന്നു. ഈ മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്ന ആൾ ഇങ്ങനെ കായും വായിച്ചു. അമ്മ ഞാനൊരു കാര്യം പറയാം. അവർക്ക് ഇങ്ങനെ പരാതി പറയാനുള്ള ഇതൊന്നുമില്ല. പിന്നെ എന്റെ പെണ്ണ് എണ്ണ കളത്തിട്ട് അങ്ങ് പോയി. പക്ഷെ അവളുടെ മാമൻ ഞാൻ പെണ്ണ് കാണാൻ പോയപ്പോ എന്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. എന്ത് പറഞ്ഞു? അവക്ക് ആറ്റിറ്റ്യൂഡില്ലെന്ന്. എടാ നാണം കെട്ട പരിപാടി പറയരുത്. തറവാട്ടിന്റെ വില കളയരുത് നീ. 50 പവന്റെ സ്വർണം, ഒരു കാറ്, ഇതാ കൊടുത്ത പേര് ചോദിച്ചുകൂടാണ്. ആറ്റിറ്റ്യൂഡോടാണോ ചോദിച്ചുകൂടാ? ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നാട്ടുകാർ ചോദിക്കും എവന്റെ ഭാര്യയ്ക്ക് ഒരു ആറ്റിറ്റ്യൂഡ് മേടിച്ചു അവന് കഴിവില്ല എന്ന് ചോദിക്കും. ഇത്രയും വലിയ വീടും വെച്ചിട്ട്. ഇതാരെന്നാ പറഞ്ഞ? എന്റെ കാര്യസ്ഥനും ഞങ്ങളുടെ ഒരു മാമനും കൂടിയാണ്. ഇയാൾക്ക് എത്ര രൂപയുടെ ശമ്പളം? 10,000 രൂപ കൊടുക്കും. 1 രൂപ കൊടുക്കരുത്. 1 രൂപ. ആ കഞ്ഞിയും പയറും അല്ലാതെ 10 പൈസ നീ കൊടുക്കരുത്. മീമുള്ളു പോലും ഇവരെ കാണിക്കരുത്. ആറ്റിറ്റ്യൂഡ് പെണ്ണ് കിട്ടാൻ കൊടുക്കുന്നു. വല്ലവരും വന്ന് ചാടിയാൻ കയറി പറയണം. ഇവരെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കൊരു ബാലമാമൻ ഉണ്ടായിരുന്നു. ബാലമാമൻ ഉണ്ടായിരുന്നെങ്കിൽ ഇവനെ പോലെ നനജോമാർ ഇപ്പൊ ഈ വീട്ടകത്ത് കയറി നിറകത്തില്ലായിരുന്നു. നീ എന്തോ എന്നെ വിളിച്ചത്? നനഞ്ഞവൻ നനഞ്ഞവൻ നനഞ്ഞവൻ. എന്റെ കുളനില കടന്നൂടാ വക്കീല് കേട്ടാ. എന്നെ നനഞ്ഞവനെന്ന് വിളിച്ചോ, എന്നെ നനഞ്ഞവനെന്ന് വിളിച്ചോ. എടോ നിങ്ങൾ എന്തറിഞ്ഞിട്ടോ സംസാരിക്കുന്ന മിസ്റ്റർ അരുൺ? നീ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളല്ലേ? ഈ കക്ഷിയുടെ മുഖത്ത് ഒന്നുമില്ലേ പ്രായം മാനിക്കണ്ടടാ. നീ നനഞ്ഞവനോ കേട്ടോ? ഇനി മേലാൽ ഞാൻ നിൽക്കുമ്പോൾ വക്കീലേ, ഈ എന്താണ് ഈ നനഞ്ഞവനെന്നുള്ള അർത്ഥം? ദൈവമേ, നനഞ്ഞവനെ കാണിച്ചു തരുന്നേ. മൊത്തം നനഞ്ഞ്. ഇത് തന്നെ നനഞ്ഞവൻ. ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. എവനൊരു വിവരമില്ലെന്ന്. വിവരം ഉണ്ടാവണമെങ്കിൽ നല്ല പുസ്തക വായന വേണം. ആര് പറഞ്ഞ് പുസ്തകം വായിക്കില്ലെന്ന്? ഞാൻ പുസ്തകത്തിൽ ഫയർ. അത് ഞാൻ തട്ടിന്റെ മേളിൽ ഞാൻ കണ്ടായിരുന്നു.
ഞാൻ ഒരു കാര്യം പറഞ്ഞേക്ക്, എന്റെ സമയം ഇത്ര, എന്റെ ആര്യ പറയണം. നിങ്ങളൊരു കാര്യം, അമേരിക്കയിലാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് അല്ല. അവിടേക്ക് ലിവിങ് ടുഗദറാണ്. അവിടേക്ക് ഒരു ഭാര്യ പോയാൽ വേറെ ഭാര്യ കിട്ടാം. നമുക്ക് എത്ര ദിവസം ഒരു പെണ്ണോട് താമസിക്കാം. ഇഷ്ടമല്ലാത്തപ്പോൾ നമുക്ക് പറഞ്ഞു മാറ്റാം. അതാണ് ലിവിങ് ടുഗദർ. പക്ഷെ ഇവിടെ അത് നടക്കത്തില്ല. ഇവിടെ ഇത് ആ സംഭവം ഇവിടെ കൊണ്ടുവരാൻ പറ്റുമോ? ആ സമ്പ്രദായം ഇവിടെ കൊണ്ടുപോയി. ഇത് നമ്മള് വക്കീലന്മാരെല്ലാം കൂടെ ഇതിനെപ്പറ്റി ഒരു നല്ലൊരു ബെഞ്ച് മീറ്റിംഗ് നടത്തിയായിരുന്നു. ആ സമ്പ്രദായം ഇവിടെ കൊണ്ടുവരുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇത് സ്ത്രീകളുടെ ഭാഗത്തുള്ള വിഷയമാണ്. എന്തെന്നറിയോ, ചില സ്ത്രീകളുടെ ആങ്ങളമാരുടെ കൈവണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ കനം വരും. തുടവണ്ണ കയ്യാണ്. അത് വെച്ചൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സമ്പ്രദായം നടക്കൂല. ഞാൻ ഒരു വിഷയം, എനിക്ക് പ്രാന്ത് കയറി വരെയാണ്. ഞാൻ പറഞ്ഞിട്ട് എനിക്ക് പ്രാന്ത് കയറി വരെയാണ്. ഈ കുടുംബത്തിൽ സത്യം പറഞ്ഞാൽ ഒരുത്തരൊരു വിവരമില്ല. നിങ്ങൾക്ക് വിവരമില്ല. നിങ്ങൾ അവന്റെ കൂടെ സംസാരിക്കുകയാണ്. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങളല്ലേ മുതിർന്ന ആള്. വക്കീൽ അങ്ങനെ മൊത്തത്തെ അടച്ചാക്ഷേപിക്കുന്നതാ. ഈ വെള്ളത്തിൽ നിന്ന് വൈദ്യുതി കണ്ടുപിടിച്ച ആരാ? അത് മൈക്കൽ ഫാരഡെ. അല്ല, അതിനു മുമ്പ് ഞാനാണ് കണ്ടുപിടിച്ചത്. ഈ വെള്ളത്തിൽ നിന്ന് കറണ്ട് കണ്ടുപിടിച്ചത് ഞാനാണ്. അല്ല ആദ്യമായിട്ടേ ഇത് കണ്ടുപിടിച്ചത് ഞാനാണെന്ന്. അല്ല വക്കീലെ, ഞാനാണ് കണ്ടുപിടിച്ചത് ആദ്യമായിട്ട്. നിങ്ങൾ ഒരു ചുരപ്പില്ലാതെ ഓരോന്ന് കണ്ടുപിടിച്ചിട്ട് എന്റെ തോളി ഒന്ന് കാരണം എന്തിന്? ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. അവളെ വിളിച്ചോണ്ട് വന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ തൂങ്ങും. എന്തോ? അവളെ വിളിച്ചോണ്ട് വന്നില്ലെങ്കിൽ അമ്മയാണ് സത്യം, ഞാൻ ഇവിടെ തൂങ്ങും. തൂങ്ങുന്നു? നീ തൂങ്ങിയൊന്നും വേണ്ട. നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു ചിക്കൻ കറി വെച്ച് തന്നാലാ? ഇതിലോട്ട് എന്റെ വെപ്പറിയാലേ, ചെറിയ ഉള്ളി കൊത്തിയൊക്കെ അരിഞ്ഞിട്ട് അല്ല, നമ്മളെ ഈ ചിക്കൻ കറി വെക്കണമെങ്കിലേ അവനെ വിളിക്കേണ്ട കാര്യമില്ല. ഇത് എങ്ങനെ വെക്കുന്ന സംഭവം? അത് പറഞ്ഞു. അതായത് നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കണം. ഇത് മസാല എല്ലാം കൂടി ഇട്ട് വഴറ്റി എണ്ണ ഒഴിച്ച് കടുവ് പൊട്ടിക്കുമ്പോഴത്തേക്ക് ഞാൻ തൂങ്ങുവേ. അങ്ങനെ ഈ മുളവിട്ട് വഴറ്റി ഇങ്ങനെ ഇളക്കി എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ വെളുത്തുള്ളി ഫസ്റ്റ് ഇട്ട് ഇളക്കുന്നല്ലേ നല്ലത്. വെളുത്തുള്ളി ആയിട്ടൊന്നും ഞാൻ തൂങ്ങുവേ. വെളുത്തുള്ളി അങ്ങനെ ഈ വെളുത്തുള്ളി വഴറ്റി കൊത തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കേണ്ടത്. തക്കാളി ഇടണല്ലേ? പിന്നല്ലേ അമ്മച്ചിയാണ് ഞാൻ തൂങ്ങുവേ. ഒരു കാര്യം ചെയ്യടാ, നീ തൂങ്ങിട്ടോ. അപ്പൊ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കി വെക്കാം. അങ്ങനെ ഞാൻ ചാവുന്നില്ല. അവരെ ഇവിടെ വിളി. അപ്പൊ എന്റെ അച്ഛനെ വിളിക്കേ. വിളിച്ചിട്ട് എന്താണെന്നുള്ളത് തീരുമാനിക്കാൻ. എടാ ഒരു കാര്യം ചെയ്യടാ, അവൾ എങ്ങനെയാണ് ഇവിടെ നിന്ന് പോയത്? ഞാൻ ഒരു പാട്ട് പാടിപ്പോഴാണ് പോയത്. നീ എന്തിനാ അത്രയും ഓളിട്ട് അത്രയും ബഹളം വെച്ച് പാടരുതാ? ആ അച്ഛന് ആ പാട്ട് പറഞ്ഞ് നീ മനസ്സിലാക്കി കൊടു. അപ്പൊ അവള് തിരിച്ചു വരൂലേ? മതിയാ. പിന്നെ കാര്യം പറഞ്ഞ മനസ്സിലാക്കാത്ത ആൾക്കാരുണ്ട്. നേരത്തെ പറഞ്ഞു കൊടുത്തു. പിന്നെ വിളിച്ച സോൽ അമ്മ അരുൺകുമാറാണേ. ഞാൻ നേരത്തെ അവക്ക് പാടി തന്നു. എന്റെ കയ്യിൽ നിന്ന് പോയതാ അമ്മ. അങ്ങനെയല്ല അത്. കണ്ണോട് കണ്ടപ്പം കണ്ട കാര്യം കാതോട് എല്ലാവരും ചൊല്ലിത്തന്നു. ഹലോ ഹലോ, എന്താ എല്ലാത്തിനും കാരണം നിങ്ങളാണ്. നിങ്ങൾ പറഞ്ഞിട്ടില്ല ഞാനിപ്പോ അങ്ങോട്ട് പാടിയത്. അവളവിടെ ചെന്നപ്പോ അവര് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒത്തീർപ്പാക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വീണ്ടും ഞാൻ രണ്ടാമത് അങ്ങോട്ട് പാടിയത്. അതിന് അവരെല്ലാരും കൂടി താമസന്മാർ പഴയതുപോലെ അങ്ങ് അമേരിക്ക പോവാ. എന്ത് പാട്ടാണ് നിന്റെ പാട്ട്? ഒരു പെൺകുച്ചിനെ വീട്ടിൽ വിട്ടിട്ട് ആ കുടുംബക്കാരെ മുഴുവൻ അമേരിക്കയിൽ വിട്ടി. നമുക്കൊരു വിസ എടുത്താൽ തന്നെ അമേരിക്ക പോയി എന്തോരം ടൈം എടുക്കുമെന്ന് അറിയാം. ആ സമയത്ത് ഒറ്റ പാട്ട് കൊണ്ട് അമേരിക്ക എത്തിച്ചില്ലേ നീ? കൺഗ്രാറ്റുലേഷൻസ്. നിനക്ക് ഈ പാട്ട് ഒന്നുകൂടെ പാടാൻ പറ്റൂ? ഇതിന് മമ്മ അവിടെ ഈ മറ്റേ ലിവിങ് ടുഗദറൊക്കെ ഉള്ളതോ? ഞാൻ അമേരിക്ക പോയാൽ അങ്ങനെ ഇരിക്കും. അമേരിക്ക പോകുന്നത് കുഴപ്പമില്ല. പൂരം നടക്കുന്ന പറമ്പിൽ കൊണ്ട് ഒരു പൊട്ടാസ് പൊട്ടിച്ചിട്ട് എന്ത് കാര്യം? വേണ്ടല്ലേ? വേണ്ട. നല്ലൊരു കൈഡി ചേട്ടാ. ശംഭുവിന് മീശ മുളച്ചിരിക്കുന്നു. എന്തായാലും സ്ത്രീ കഥാപാത്രങ്ങളിൽ നിന്നൊരു മോചനായി. പക്ഷെ അത് ഉഗ്രനായിരുന്നിട്ടാ. കംബാക്ക് എന്ന് പറയാൻ പറ്റും. ഒരു പുരുഷന്റെ തിരിച്ചുവരവ്. ശ്യാമേ ശൽവ കട്ടക്ക് അടിച്ചിട്ടാ നല്ലൊരു ഫുട്ബോൾ മാച്ച് കണ്ട പോലെ ഉണ്ടായിരുന്നു. കാരണം ഒരാളുടെ ഒരു മിസ് പാസും ഉണ്ടായിരുന്നില്ല. എല്ലാം കറക്റ്റ്. അപ്പുറത്ത് കൊടുക്കുന്നു, കൗണ്ടർ അടിക്കുന്നു, ഇപ്പുറത്ത് കൊടുക്കുന്നു, കൗണ്ടർ അടിക്കുന്നു. പക്ഷെ ചില തമാശകൾ അങ്ങനെ ഏറ്റില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് അത് പറഞ്ഞതിന്റെ ശക്തിയുടെ അല്ല താളത്തിന്റെ കുഴപ്പമാണെന്ന് പറയും. പക്ഷെ നല്ല സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ചിലതിങ്ങനെ കറക്റ്റ് സ്ഥലത്ത് വെടികൊണ്ടില്ല എന്നുള്ളൂ. പക്ഷെ നല്ല സ്കിറ്റ് ഇട്ടാ. ഒരു പാട്ട് കൊണ്ട് ഒരു ജീവിതം തകർന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിയേ. ആ ഡാനി എന്ന് പറഞ്ഞ സിനിമയിലുണ്ട്. മമ്മൂക്കട ഡാനി എന്ന് പറഞ്ഞ സിനിമയിൽ പാട്ട് പാടാതിരിക്കാൻ വേണ്ടിയിട്ടൊരു ട്രംപറ്റ് കൊടുക്കുന്നുണ്ട് ഒരു പള്ളിയിലച്ഛൻ. ഇനി ഇതുകൊണ്ട് നീ ജീവിക്കാൻ പറഞ്ഞു. അതുപോലെ ഇതിന്റെ ഒരു മിനിയേച്ചർ പോലെ എനിക്ക് ഫീൽ ചെയ്ത് നല്ല രസമായിട്ട് ചെയ്തിട്ടാ. ഒരു സമയത്ത് ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഫുള്ള് സിൽവറും ഗോൾഡും അടിച്ചോണ്ടിരിക്കുന്ന ടീം ആ റേഞ്ചിലേക്ക് വരുന്നില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. പക്ഷെ ചെയ്തത് ഗംഭീരമായിട്ട് തന്നെ ചെയ്തു. ശംഭു മുഖം പാടൊന്നും വേണ്ട, നന്നായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് വേണ്ടത് ആ റേഞ്ച് ആണെന്നുള്ളത്. കാരണം ദാഹമാണ് നമുക്ക്. അതുകൊണ്ടാണ് ഞാൻ ആവശ്യപ്പെടുന്നത് കേട്ടോ. നിങ്ങൾ ഉഗ്രൻ ആർട്ടിസ്റ്റുകളാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നിങ്ങൾ ഇരുന്ന് മെനക്കെട്ടിട്ടുള്ളൊരു സ്കിറ്റാണെന്ന് എനിക്ക് തോന്നിയില്ലായിരുന്നു. കാരണം ആ ഒരു എന്താ പഴയതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒട്ടും തന്നെ അങ്ങോട്ട് വർക്ക് എനിക്ക് പേഴ്സണലായിട്ടുള്ള അഭിപ്രായം ഉണ്ടാകും. കാരണം ക്ലൈമാക്സ് എന്താണെന്ന്, അത് ക്ലൈമാക്സ് ആണോ അല്ലയോ ഇനി ഉണ്ടോ,
എന്നൊന്നും മനസ്സിലായിരുന്നില്ല. കുത്തിയിരുന്ന് നേരത്തെയൊക്കെ നമ്മൾ ഒരുപാട് ആലോചിച്ച് വരുന്ന സ്കിറ്റുകൾ നമ്മൾക്ക് ഇവിടെ നിങ്ങളുടെ പെർഫോമൻസ് കാണുമ്പോൾ അറിയാൻ പറ്റും. അത് വെച്ച് നോക്കുമ്പോൾ ഇത് എനിക്ക് ഒരു എന്താണ് ഒരു ഗുമ്മായിട്ട് തോന്നിയില്ല. കാരണം നിങ്ങളുടെ പരിപാടികളെല്ലാം നല്ല ഗുമ്മൻ പരിപാടികളാണ്. പിന്നെ നിങ്ങളുടെ കളിച്ച റേഞ്ച് നല്ലായിരുന്നു. നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നല്ല 3 പേര് നല്ല കട്ടക്ക് നിന്ന് ഓളിയത്തിലൊക്കെ സംസാരിച്ചു. പക്ഷെ അതിനനുസരിച്ചുള്ള തമാശകൾ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ പേഴ്സണലായിട്ട് എനിക്ക് പറയാനുള്ളത് ആ തമാശകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും ഇതിലും മനോഹരമായിരിക്കണം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. കുഴപ്പമില്ലായിരുന്നു കേട്ടോ. നിങ്ങൾ കഴിയാവുന്ന നിങ്ങൾ ചെയ്തു. അപ്പം നമ്മൾ ഒരുപാട് സമയമെടുത്തൊരു സ്കിറ്റ് ഉണ്ടാക്കിയാലും ചുരുങ്ങിയ സമയം കൊണ്ടൊരു സ്കിറ്റ് ഉണ്ടാക്കിയാലും ആ സ്കിറ്റിൻ്റെ ഉള്ളടക്കമാണല്ലോ ചിരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. അതാണ് അതിൻ്റെ മെയിൻ ഘടകം. അതായത് കൗണ്ടറുകളാണ്. അത് പെട്ടെന്നുണ്ടാക്കിയതിൻ്റെ അകത്ത് നല്ല നല്ല കൗണ്ടറുണ്ട്. അത് പെട്ടെന്ന് ആ സാധനം വിൽക്കും. കുറേ സമയമെടുത്ത് ചിന്തിച്ചൊരു സ്കിറ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് നല്ല കൗണ്ടറുണ്ട് ചിരിക്കും. ഇപ്പം ഈ സ്കിറ്റിൻ്റെ ഇരുന്ന് ആലോചിച്ചെടുക്കുന്നതിൻ്റെയും സമയക്കുറവിൻ്റെയും ഒന്നുമല്ല ഒരു പ്രശ്നമല്ല. ഇതിൻ്റെ അകത്ത് നമുക്ക് വേണ്ടത് എന്താണോ ചിരിയാണ്. ആ ചിരി ഉണ്ടാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ പാടെല്ലാം പെടുന്നത്. ഇതിൻ്റെ അകത്ത് ചിരിക്കാൻ അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചിരി ഇല്ല എന്ന് പറയുകയില്ല, ചിരിയുണ്ട്. പക്ഷേ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചിരി ഇതായില്ല. അത് ഞാനത് ടിനിയോട് പറയായിരുന്നു. വന്ന ആ സമയങ്ങളിൽ നമ്മുടെ ആ തുടക്കത്തിൻ്റെ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗോൾഡും ഏറ്റവും കൂടുതൽ സിൽവറും അടിച്ച ടീമാണ് നിങ്ങൾ. അപ്പം നിങ്ങൾ ഇപ്പം ബിജുക്കുട്ടൻ പറഞ്ഞ പോലെ ശ്രദ്ധ ഒരു ശകലം കുറഞ്ഞു പോയോ ഇതിലേക്കുള്ളത്, അതായത് കണ്ടൻറ്റുകൾ തപ്പിയെടുക്കാനുള്ള ശ്രദ്ധ കുറഞ്ഞു പോയോ അതോ വേറെ എന്തെങ്കിലും തിരക്കാണോ വേറെ എന്തെങ്കിലും കാരണത്തിൻ്റെ പേരിലാണോ എന്നറിയില്ല. അത് നമ്മൾ അത്യാവശ്യമായിട്ട് തിരഞ്ഞെടുക്കണം. നല്ല നല്ല കണ്ടൻറ്റ്. ഇത് കുഴപ്പമുള്ള സാധനമല്ല, പറഞ്ഞു വന്നാൽ സിമ്പിളുമാണ്. പക്ഷേ ചിരിയുടെ ഒരു അംശം കുറഞ്ഞു പോയി. അടുത്ത പ്രാവശ്യം അതെല്ലാം മാറ്റി നന്നായിട്ട് വരിക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. ആരാണ് ആദ്യം മാർക്സ് കൊടുക്കുന്നത്? ഞാനൊരു 9,000 രൂപ കൊടുക്കും. 9,000. രണ്ടാമത് നസീർക്ക. ഞാനൊരു 10,000 രൂപ കൊടുക്കും. 19,000 രൂപ. തിരിച്ചേട്ടാ ടോട്ടൽ എമൗണ്ട് 35,000 രൂപ. നമുക്ക് അടുത്ത പ്രാവശ്യം ടീം ട്രിപ്ലസിന്റെ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, ഒരു സിൽവർ അല്ലെങ്കിൽ ഗോൾഡ്. ഓക്കെ ശംഭുചേട്ടാ. ഓക്കെ. ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24 വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ. 9001 800 800120. ഹലോ ഹലോ. ആ എവിടെ എത്തി? നിങ്ങളെ തന്ന ലൊക്കേഷൻ അനുസരിച്ച് ഞങ്ങൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ലൊക്കേഷനിൽ ഇങ്ങ് പോന്നാ മതിയേ. കാരണം ഇവിടുത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പെണ്ണിന് ഒരുപാട് ജാതക ദോഷമൊക്കെ ഉള്ളതാ. അപ്പൊ നമ്മുടെ ബന്ധുക്കളെ ആരെയും ഞാൻ വിളിച്ചിട്ടില്ല. അവര് വന്നാലേ പാരകളാ, മനസ്സിലായി? അവരറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്ന. ഈ പെണ്ണ് ഒരുപാട് ദോഷങ്ങളുള്ളതാ. ഇന്ന് 10:30 ഈ മുഹൂർത്തത്തിൽ കല്യാണം നടന്നില്ല, പിന്നെ അവിടെ ജീവിതത്തിൽ അവർക്ക് കല്യാണം നടക്കൂല. ഒന്നും കൊണ്ട് പേടിക്കണ്ട, നമ്മൾ സമയത്ത് എത്തിക്കോളാം. അല്ല അറിയാലോ, നമ്മള് വേറെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പെട്ടെന്ന് ഇങ്ങ് പോന്നെ കേട്ടോ. ആ ഗൂഗിൾ മാപ്പ് വെച്ച് ഇങ്ങ് പോന്നാ മതി. ഓക്കെ, വേറെ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇവിടെ എല്ലാം സെറ്റാണ്, സെറ്റ്. സമാധാനായി. അവിടെ കല്യാണം ഒന്ന് നടന്നു കിട്ടി. അമ്മാവായി ആഹാരം. ആഹാരം എന്തിന്? അല്ല അമ്മാവനല്ലേ പറഞ്ഞ ടൗണിൽ നിൽക്കിറങ്ങി ആഹാരം മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു. ആ കടയിൽ നിന്ന് ഹാരം മേടിച്ചോണ്ട് വരാനല്ലേ പറഞ്ഞത്? കല്യാണത്തിനുള്ള ആഹാരം മേടിച്ചോണ്ട് വരാനോ? നീ എന്ത് പരിപാടിയാണ് ഈ കാണിക്കണം? നിനക്ക് വല്ല ഉത്തരവാദിത്വം ഉണ്ട്? എടാ, നീ ഈ വീട്ടിൽ ഞങ്ങളുടെ കൂടപ്പുറപ്പായിട്ട് നീ മാത്രമല്ലേ ഉള്ളൂ. നിന്നെ കൊച്ചുനാൾ ഞാൻ എടുത്ത് വളർത്തിയാണ്. ആണല്ലോ, നീ പച്ചത്തുരുത്തിൽ ചാണകന്മാരി നടന്ന് നിന്നെ ഇവിടെ കൊണ്ടുവന്ന് വളർത്തി വലുതാക്കി ഇത്ര ആക്കിയില്ലേ? നീ അപ്പൊ ഉത്തരവാദിത്തപ്പെട്ട നീ മാത്രമല്ലേ ഉള്ളൂ ഈ കല്യാണം നടത്താനായിട്ട്. നീ എന്താ ഇങ്ങനെ ഉഴപ്പണത്? എന്ത് അമ്മ പറഞ്ഞോണ്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്തത്. നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിസ്സാര ആളല്ല അവളെ കല്യാണം കഴിക്കുന്നത്. തോറ്റുപോയ എഞ്ചിനീയർ ആണ്. എന്തിനാണ് അമ്മാവാ? എന്തിനാണ് ഈ ചതി കാണിക്കുന്നത്? എന്ത് ഈ തോറ്റുപോയ എഞ്ചിനീയറെ കൊണ്ട് എന്തിനാ കല്യാണം കഴിപ്പിക്കുന്നത്? ജയിച്ച ആരെങ്കിലും കൂടെ കെട്ടിക്കാൻ പാടില്ലേ? തോറ്റുപോയ എഞ്ചിനീയർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അത്
കെട്ടിക്കഴിഞ്ഞാ പിന്നെ നിന്റെ കൂടപ്പിറപ്പ് മണിക്കുട്ടി ആരാണ്? മണിക്കുട്ടി അങ്ങ് ബാംഗ്ലൂരിലും ഡൽഹിയിലും ഒക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോ നമ്മൾ രണ്ടുപേരും ഇവിടെ അടിച്ചു പൊളിക്കുന്നു, അവര് വരുന്നു. പിന്നെ നിനക്കറിയാലോ, വേറെ ആരും നമ്മൾ കല്യാണം അറിയിച്ചിട്ടില്ല. എന്താ അവർക്ക് ഒരുപാട് ദോഷങ്ങളുണ്ട്, ഒരുപാട് പാരകൾ വരും. അതുകൊണ്ട് അവരുടെ ഒരു 100 പേര് ഇങ്ങോട്ട് വരും. ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ? 100 പേരുടെ കാറ്ററിംഗ് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് മതി. പിന്നെ എനിക്ക് അമ്മാവനോട് ഒരു കാര്യം പറയാനുള്ളൂ. എന്താ മോനെ? തരാന്ന് പറഞ്ഞിട്ട് തന്നില്ല. തരാന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നില്ല. അത് കല്യാണം കഴിയട്ടോ ഊരി തരാം. നിനക്ക് ഇഷ്ടപ്പെട്ട ഇത്? അതല്ലെന്ന്, മണിക്കുട്ടി എനിക്ക് കല്യാണം കഴിച്ചു തരാന്ന് കൊച്ചിലെ പറഞ്ഞില്ല. എനിക്ക് മണിക്കുട്ടിയെ കൊച്ചിലെ അമ്മാവൻ പറഞ്ഞാണ് എനിക്ക് കെട്ടിച്ചു തരാന്ന്. അമ്മാവൻ പറഞ്ഞാണ് എനിക്ക്. നീ എന്താടാ ഇങ്ങനെ? കൊച്ചുനാളിൽ ഞാൻ നിങ്ങൾ ചോറ് വാരി തിന്നോണ്ടിരിക്കുമ്പോ അങ്ങനെ എന്തെങ്കിലും തമാശകൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു നീ അതൊക്കെ സീരിയസ് ആയിട്ട് എടുത്താ? മണിക്കുട്ടിയെ നിനക്ക് കല്യാണം കഴിച്ച് എങ്ങനെ തരും? നിനക്ക് അമ്പിളി മാമനെ പിടിച്ചു തരാന്ന് പറഞ്ഞപ്പോ ഞാൻ അത് പിടിച്ചു തന്നിട്ടുണ്ടോ? നടക്കണ കേസാണോ അതൊക്കെ? നടക്കണ കേസാണോ അതെ? അത് വിടറാ. നീ സന്തോഷമായിട്ട് കാര്യങ്ങളൊക്കെ നടത്തും. നീ മാത്രമേ ഉള്ളൂ ഇവിടെ. ഞാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിട്ട് വരാം. നീ നോക്കിക്കോ. ചെല്ലി ചെല്ലി കേട്ടോ. അവൻ ആഹാരവും മേടിച്ചോണ്ട് വന്നേക്കും. എവിടെ മുല്ലപ്പന്തല്, എവിടെ എന്റെ തോഴിമാരൊക്കെ? ഇല്ലാന്ന് വെച്ചൊരു കല്യാണ വീടെന്നൊക്കെ പറഞ്ഞ് ഇത് എന്ത് സ്വപ്ന ലോകത്താടി ഇത്? എടി നിന്റെ കല്യാണം ഇന്ന് നടത്തി തരും. 10:30 കഴിഞ്ഞാൽ പിന്നെ നിന്റെ കല്യാണം നടക്കൂല. അതുകൊണ്ട് ഈ മുഹൂർത്തത്തിൽ നിനക്ക് കല്യാണം നടത്തി തരും. അച്ഛൻ ഒരു കാര്യം മനസ്സിലാക്കണം. 10-36 വയസ്സായി എനിക്ക്. ഇതുവരെ എന്നെ കല്യാണം അച്ഛന്റെ ലോകത്തുള്ള എല്ലാ ദോഷവും, ചൊവ്വാദോഷം, ജാതകദോഷം, പേരദോഷം എന്ന് വേണ്ട സകല ദോഷം, വിവരദോഷം സകലതും ഉണ്ട്. അതുകൊണ്ടാണ് ആരും അറിയാതെ ഈ കല്യാണം നടത്തി കൊടുക്കാന്ന് വെച്ചത്. മനസ്സിലായി? ചെറുക്കൻ എവിടെ എത്തി? അവര് വരുന്നുണ്ട്, വന്നോണ്ടിരിക്കണതേ ഉള്ളൂ. ഒന്ന് വിളിച്ചു നോക്കാം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് ഇപ്പൊ ഇവിടെ ഇവിടെ വെച്ച് ഇത് പറഞ്ഞില്ലേ ശരിയല്ല. ഞാൻ പറയും, നല്ലൊരു ജീവിതം കിട്ടണം. നീ പറയും അമ്മാവൻ. ഞാൻ പറയാം അത് ഒരു അധ്യായം എനിക്ക് വേണം. നീ എന്താ പ്രശ്നം? ഒന്നുമില്ല മോളെ. നിന്റെ മനസ്സിൽ നിന്നുകൊണ്ട് നീ തുറന്നു പറ. മഞ്ഞവെള്ളം ഞാൻ കലക്കും. ഏതാ? മഞ്ഞവെള്ളം ഞാൻ കലക്കുന്നു. ഇത് ബാംഗ്ലൂരിനൊക്കെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ടീമൊക്കെയാണ് വന്നത്. മഞ്ഞ വെള്ളം എന്നൊന്നും പറയല്ലേ. പിന്നെ അതിനൊക്കെ ഓരോ പേരുണ്ട്. ഷോഷ് കേട്ടോ. അങ്ങനെയാണ് അതാണ്. അപ്പൊ അത് ഞാൻ ചെയ്യുമെന്നാ പറഞ്ഞത്. അത് നീ ചെയ്യുന്നോ? കേട്ടാ, അത് നീ അല്ലടാ ഇവിടെ ആന്തോണയായിട്ടുള്ളൂ. അല്ല, അത് കൊച്ചുനാള് മുതൽ നിങ്ങൾ അങ്ങനെ വിളിച്ച് കളിച്ച് വളർന്നത് കൊണ്ട് അങ്ങനെ ആ പേര്. എടി അങ്ങനെ വിളിക്കല്ലേ. ആ വേറെ ആരോ. എനിക്ക് കെട്ടണം, പെട്ടെന്ന് കെട്ടണം. വിളിക്ക്. ഹലോ. എവിടെ എത്തി? ഞങ്ങള് നിങ്ങൾ പറഞ്ഞ ലൊക്കേഷൻ പ്രകാരം ആ തോപ്പുംപടി ജംഗ്ഷനിലുണ്ട്. എവിടെ? തോപ്പുംപടി ജംഗ്ഷനിൽ. അല്ല, ഞാൻ തോപ്പുംപടി എന്നല്ലല്ലോ പറഞ്ഞ. പിന്നെ കുറുപ്പംപടി എന്നല്ലേ പറഞ്ഞു? അയ്യോ, ഞങ്ങൾ തോപ്പുംപടി നിൽക്കുക. സുഹൃത്തെ, 10:30 കല്യാണം നടന്നില്ല പിന്നെ നടക്കൂല കേട്ടോ. ഇതിപ്പം എന്റെ മകളുടെ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആ ഗൂഗിളിലെ തോപ്പ് മാറ്റി കുറുവടി. ആ തോപ്പ് മാറ്റിയിട്ട് നിങ്ങൾ കുറുവടി, കുറുപ്പംപടി അടി. എന്നാ പിന്നെ നേരെ അങ്ങോട്ട് ആ റൂട്ട് വെച്ച് പിടിക്കാം. എത്ര മണിയായപ്പോ എത്തും? ഒരു അരമണിക്കൂർ പിടിക്കും. അരമണിക്കൂറിൽ എത്തുമോ? എത്തും. അല്ല, അരമണിക്കൂറിൽ എത്തില്ല കല്യാണം നടക്കും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇത് ബ്ലോക്ക് ഉണ്ട്, ബ്ലോക്ക്. ഓക്കെ. അച്ഛാ അവരെത്തി? എവിടെ എത്തി? മൊത്തം പൊളിയുന്ന തോന്നുന്നു. കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവര് തോപ്പുംപടി വന്ന് നിൽക്കണം. കുറുപ്പംപടി വരാൻ പറഞ്ഞതാ. ഇവരോട് ആരാ തോപ്പുംപടി എന്ന് പറഞ്ഞത്? ഇത് എനിക്ക് വയ്യ. ഈ കല്യാണം നടന്നില്ല, നിനക്ക് ഇനി വേറെ കല്യാണം. അയ്യോ അച്ഛാ, എനിക്ക് കെട്ടണം അച്ഛാ, എനിക്ക് കെട്ടണം അച്ഛാ. അയ്യോ, ഞാൻ കെട്ടിച്ച് തരാ. ഒന്ന് അടങ്ങ്. ഇന്ന് വന്നേ. ഞാൻ പറയണതേ, അപ്പൊ തൽക്കാലം നിന്റെ കല്യാണം ഈ മുഹൂർത്തത്തിൽ നടന്നില്ല, പ്രശ്നമാവും. അതെ, മുഹൂർത്തത്തിൽ എനിക്ക് കെട്ടണം. തൽക്കാലം നമുക്ക് ആരെങ്കിലും കെട്ടിക്കാം. അവരെന്തായാലും സമയത്ത് വരൂല. എന്തു വെച്ചാ നീ പറഞ്ഞു വരുന്നേ? അപ്പൊ ആഗ്രഹിച്ചല്ലേടി? അല്ല, അവൻ കുറച്ച് ആഗ്രഹിച്ചല്ലേ. അച്ഛാ, അത് അങ്ങനൊന്നും പറ്റത്തില്ല. എനിക്ക് ചേട്ടനെ കെട്ടാനൊന്നും പറ്റത്തില്ല. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. നീ അങ്ങനെ കാണണം. ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളിപ്പോ ഒരു യാത്ര പോകുന്നു, വണ്ടി ഇടയ്ക്ക് വെച്ച് പഞ്ചറായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റെപ്പിനിടും. നീ അവിടെ അടങ്ങിയിരുന്നു, ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇരിക്കട്ടെ അച്ഛാ. ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ പോകുന്നു. നീ ആദ്യമേ വന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തത്. നീ എന്താ പറഞ്ഞ? മണിക്കുട്ടി എനിക്ക് കെട്ടിച്ചു തരാന്ന് പറഞ്ഞതല്ലേ കൊച്ചുനാളില്? അമ്മാവൻ തരില്ലെന്ന് പറഞ്ഞില്ല. എന്നിട്ട് ഞാനിപ്പോ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കെട്ടിച്ചു കൊടുക്കും നിനക്ക് തോന്നുന്നുണ്ടോ? പിന്നെ നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? എന്നാ തെറ്റി. നീ കെട്ടണം അവളെ. 10:30 മുമ്പുള്ള മുഹൂർത്തത്തിൽ
നീ മണിക്കുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടുന്നു. സന്തോഷായില്ലേ നിനക്ക്? നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല? എനിക്ക് എടാ ഞാൻ നിന്നെ കല്യാണം കഴിപ്പിക്കാൻ പോകുന്നു. ഇരിക്കുന്നു നിന്റെ കുട്ടി, ചെല്ലങ്ങോട്ട്. ഏട്ടാ ഏട്ടാ മുമ്പ് വേട്ടാവളിയാന്ന്. ഇനി മുതൽ നീ ഏട്ടനാണ്. ചെല്ല്. ഏട്ടയ്ക്ക് വന്നേ. ചെല്ലടാ ചെല്ല്. ഇവിടെ ഇരിക്ക്, ഞാൻ പറയട്ടെ. ഏട്ടാ ഏട്ടൻ മണിക്കുട്ടിയെ കെട്ടണം എന്ന് പറയുമ്പോ ചേട്ടൻ എന്തോ ചെയ്തോണ്ടിരുന്നത്? ഞാൻ ഇവിടുത്തെ പശുവിനെ മണിക്കുട്ടിയില്ല, ഇവിടെ പശു മണിക്കുട്ടി, അതിനെ കെട്ടലായിരുന്നു. അയ്യോ അതല്ലായിരുന്നു ഞാൻ പറയുന്നത്. ഈ മണിക്കുട്ടിയെ കെട്ടണം എന്നായിരുന്നു പറയുന്നത്. അങ്ങനെയാണോ? ഏട്ടനത് മനസ്സിലായില്ലല്ലേ? ഞാനേ കണ്ട നാള് മുതൽ എന്റെ ഹൃദയത്തിൽ ഏട്ടനെ ഉള്ളായിരുന്നു ഏട്ടാ. വളച്ചിട്ടുമല്ലേ? സമയം തെറ്റാതെ കാര്യം നടക്കണമല്ലോ, അതല്ലേ? അമ്മാവൻ എന്നാലും ഒരു മിനിറ്റ്. ഹലോ. ഹലോ. എന്തായി? ഞങ്ങളെ ഒരു അരമണിക്കൂറിനകത്ത് തന്നെ ഇപ്പൊ അവിടെ എത്തും. പേടിക്കണ്ട, ഒന്നും കൊണ്ട് പേടിക്കണം. നമ്മൾ ഇപ്പൊ തന്നെ അവിടെ എത്തും. അരമണിക്കൂറിൽ എത്തുവോ? എത്തും. ശിവകാമി ഓഡിറ്റോറിയല്ലേ? ശിവകാമി. എത്തും. അയ്യോ എന്നാ പെട്ടെന്ന് എത്തണേ, താമസിക്കില്ല ഇനിയെങ്കിലും. ആപ്പാട് ടെൻഷനാണ്, അതുകൊണ്ടാ. ഓക്കെ. വേട്ടാവളിയാ വന്നടാ. എന്താണ് കെട്ടാൻ പറഞ്ഞ നേരെ കയറി കിട്ടുമല്ലേ? അമ്മാവൻ പറഞ്ഞാണോ കിട്ടാന്ന്? നിനക്ക് ഒരു മനസാക്ഷിയില്ല, ഒരു നാണം ഇല്ലേടാ? ഒരു നാണം നിനക്ക് തോന്നണില്ലേ? അമ്മാവനല്ലേ പറഞ്ഞു അരമണിക്കൂറ് ആവൂല്ലേടാ? നാണാവൂലേ? നമ്മളെ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ കൊച്ചുനാൾ പോലെ കളിച്ച് വളർന്നതല്ലേ? അവിടെ ഒരു സോഫ്റ്റ് വെഞ്ചിനെ കിട്ടുമ്പോഴത്തേക്ക് അതൊന്നും സമ്മതിക്കല്ലേ വേണ്ടത്? ഞാനൊരു തമാശ പറഞ്ഞ് ഓടിക്കേറി അവിടെ ചാടിക്കേറി ഇരിക്കുവാണ് ചെയ്യണത്. ആണോ? അതൊരു മര്യാദയാണോ? എനിക്ക് തോന്നണില്ലേ? തോന്നുന്നുണ്ട്. എനിക്ക് അമ്മാവനൊരു സങ്കടം. ഇത്രയും നാൾ നീ വീട്ടിൽ വളർന്നിട്ട് സ്വന്തം മകളെ കെട്ടിച്ചു കൊടുത്ത് നിന്നെ വഴിതെറ്റിക്കാണോ എന്ന് നാട്ടുകാർ പറയൂലേ? പറയല്ലേ എന്റെ മോശം? പുതിയ വല്ല നമ്പരും? അച്ഛൻ പറഞ്ഞ സമയം മുതല് ചേട്ടനെ ഞാനത് നെഞ്ചിലങ്ങ് പ്രതിഷ്ഠിച്ചു പോയായിരുന്നു ഏട്ടാ. പക്ഷെ അച്ഛൻ പറഞ്ഞു വേണ്ടെന്ന്. ഏട്ടനൊരു കാര്യം മനസ്സിലാക്കണേ, എനിക്കും ആ സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്കും ആദ്യം ഉണ്ടാകുന്ന കുഞ്ഞിന് ഞാൻ ഏട്ടന്റെ പേരിടും. അല്ലല്ല, ഉണ്ണിക്കുട്ടാന്ന്. അതല്ലേ ചേട്ടന്റെ പേര്? അത് ഞാനിടും കേട്ടോ. ഞങ്ങള് സുഖമായിട്ട് ജീവിക്കുമ്പോ അച്ഛനൊരു തണലായിട്ട് ചേട്ടൻ ഇവിടെ വേണം ചേട്ടാ. അടിപൊളി. നല്ല കൈ കൊടുക്കാം. സന്തോഷായില്ലേ? വിളിക്കും. ഇവിടെ എത്തിന്ന് ചോദിക്കും. ഹലോ. പേടിക്കണ്ട. നിങ്ങൾ പറഞ്ഞ ലൊക്കേഷൻ അനുസരിച്ച് ഇപ്പൊ കളമശ്ശേരി ജംഗ്ഷനിലുണ്ട്. എവിടെ? കളമശ്ശേരിയാണോ പറഞ്ഞേ? പിന്നെ കുറുമശ്ശേരി വന്നിട്ട് കുറുപ്പമ്പടി, അങ്ങനെയല്ല ആ ഗൂഗിളിൽ അടിക്കാൻ പറഞ്ഞ. അവിടെ നമുക്ക് ഈ ഓഡിറ്റോറിയം, ശിവകാമി ഓഡിറ്റോറിയം. നീ നടക്കൂല സുഹൃത്തെ, നടക്കൂല. തിരിച്ചു വിട്ടു. ശരി എന്നാ. ശരി. നടക്കൂല. പരിപാടി കാണിക്കരുത് കേട്ടോ. ഞാൻ എന്ത് ചെയ്യാനാണ്? എന്താണ് 10:30 എന്റെ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ ആരും എന്റെ കെട്ടത്തണെന്ന് അച്ഛൻ അറിയാലോ. 36 വയസ്സായി നിൽക്കും. ആ ചെറുക്കനെ പിണക്കി വിട്ടു. ഇവിടെ വലിച്ചു പറഞ്ഞാൽ ദൂരെ കളി കേട്ടോ. എന്താണ്? അവൾ അന്ന് തല്ലിക്കരഞ്ഞ ആ പാവത്തിനെ വിഷമിപ്പിച്ച്. എന്തിനാടാ മോനെ നീ ഇങ്ങനെ കരഞ്ഞത്, സങ്കടപ്പെട്ടത്? അവളെ വേറെ ആർക്കും കെട്ടിച്ചു കൊടുക്കുന്നു ഓർത്തല്ലേ? അമ്മാവൻ അങ്ങനെ പറഞ്ഞു. പെട്ടെന്ന് എനിക്കൊരു കരച്ചിൽ വന്നു. ഇനി ഒരു തീരുമാനം ഈ അമ്മാവനുണ്ടെങ്കിൽ ഈ വേട്ടാവളിന് അല്ല, ഈ ഉണ്ണിക്കുട്ടന് എന്റെ മോളെ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കും കേട്ടാ. ഇത് വാക്കാണ്. ഉറപ്പാണ്. ഇനി നീ എടാ ചതിക്കല്ലേ മോനെ. ഇനി നീ കെട്ടണം കേട്ടാ. കയറിയടാ, പന്തിരി കയറി. അതങ്ങനെയാണ്. അവള് തെറ്റിക്കഴിഞ്ഞാൽ ഏട്ടാന്ന് വിളിക്കും. ഇനിയില്ല, ഇതുകൊണ്ട് തൃപ്തിപ്പെട്ടോളൂ കേട്ടല്ലോ. ഞാൻ ഉള്ളത് കൊണ്ട് ഓണം പിന്നെ ഏട്ടാ അതെന്താന്നറിയാമോ, അച്ഛൻ പിന്നെ എന്നോട് പറഞ്ഞേ കുഞ്ഞുനാളിന് മുതൽ കണ്ടു വളർന്നു ഇനി വേറൊരു സാഹചര്യത്തിലോട് നമ്മൾ ചെന്ന് കഴിയുമ്പോഴേ അവിടെ പോയിട്ട് ഞാൻ പൊരുത്തപ്പെട്ടില്ലെങ്കിലോ എനിക്കാണെങ്കിൽ ചില അസുഖങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ എനിക്കിനിപ്പോ ആരായാലും കുഴപ്പമൊന്നും ചേട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ താഴെമാലയൊക്കെ എടുക്കട്ടോ. ഹലോ 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 പറഞ്ഞോ. ഞങ്ങൾ ആഡിറ്റോറിയത്തിന്റെ ഏകദേശം 200 മീറ്റർ അപ്പുറത്തെത്തി. സ്വാഗതം ചെയ്യാൻ ആൾക്കാരൊക്കെ റെഡിയാക്കി വെക്കാൻ. ഞങ്ങൾ സ്വാഗതം ചെയ്യാൻ ഇവിടെ ആരുമില്ല. ഒന്ന് ഞങ്ങൾ 3 പേരേ ഉള്ളൂ. മനസ്സിലായോ? എത്തി റെഡിയാ. ഞങ്ങൾ റെഡിയാ.
എടാ 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 എഴുന്നേക്കടാ, ആ മഞ്ഞവെള്ളം കലക്കടാ പോയി. ആ മഞ്ഞവെള്ളം കലക്കാൻ ചെറുക്കിനെ പറഞ്ഞു മന്നെന്ന് ചെല്ല. ആ മഞ്ഞവെള്ളം കലക്ക് പോയിക്കോട്ടോ. ഇപ്പൊ വരും, അവര് വരും. എടാ ചെല്ല, മഞ്ഞവെള്ളം കലക്കടാ. ഇവനെ 2 പ്രാവശ്യം കയറ്റിരുത്തി കാര്യമൊന്നും പറയല്ലേ. ഇല്ല ഞാൻ പറയത്തില്ല. എന്നാലും എന്റെ വായിൽ നിങ്ങളെ വീഴുവാണെങ്കിൽ അച്ഛൻ വിലക്കിയേക്കണം. അത് ഞാൻ വിലക്കിയേക്കാം. എന്റെ ദൈവമേ, നിന്റെ ഈ മുഹൂർത്തത്തിന് മുമ്പ് ഈ ദോഷത്തിന്റെ പേരിൽ എന്തെല്ലാം. ഒന്നുകൂടെ ഒന്ന് കരഞ്ഞില്ലായിരുന്നു, പുള്ളി അങ്ങ് പോയി. ഞാൻ ഒന്നുകൂടെ ഒന്ന് കരഞ്ഞില്ല. വേണ്ടടി, മതിയടി ആ പാവത്തിനെ കുരുക്കിയത്. നമ്മുടെ കാര്യം സാധിക്കാൻ വേണ്ടി ഓരോരുത്തരിട്ട് വട്ട് കളിപ്പിക്കുക. അവരുടെ 200 മീറ്ററിന് ഇപ്പൊ എന്നാ പിന്നെ ആരും ഇല്ല, കൊട്ടയെടുത്തോണ്ട് ഇറങ്ങച്ച. ഞാനോട് വരണോ? എന്തിനാ? ചെറുക്കനെ സ്വീകരിക്കട്ടെ. നീ സ്വീകരിക്കണ്ട, നീ അവിടെ നിൽക്കുക. അതൊക്കെ അവര് വന്നോളൂ. അച്ഛാ എനിക്ക് കെട്ടണോ? കെട്ടി തരാന്ന്. എന്റെ പൊന്നെ, ഇങ്ങനെ ആക്രാന്തമുള്ളൊരു പെണ്ണ്. ഹലോ ഹലോ, എവിടെ എത്തി? നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ആണോ? ഒന്നുകൊണ്ട് പേടിക്കണ്ട, നേരെ കയറിപ്പോര്. പക്ഷെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഇവിടെ ആൾക്കാർ തമിഴാ സംസാരിക്കുന്നേ. എങ്ങനെ? തമിഴ്. നിങ്ങൾ എവിടെയാ പോയത്? ശിവകാമി ഓഡിറ്റോറിയം. നിങ്ങൾ എവിടെയാ നിക്കണേ? ശിവകാശി. ഓക്കേ. പൊളിഞ്ഞ്. എന്താന്ന്? അവരോട് ശിവകാമി ഓഡിറ്റോറിയത്തിൽ വരാൻ പറഞ്ഞപ്പോ അവര് ശിവകാശി പോയി. വിളിക്ക, വേട്ടാവളേനെ വിളി. 1 മിനിറ്റ് കൂടെ. വേട്ടാവളേനെ വിളി. ഉണ്ണിക്കുട്ടാ, എന്താ സങ്കടം വരുവാടാ, സങ്കടം വരുവാ. എനിക്ക് ഇവള് നിന്നെ വിട്ടങ്ങ് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറോട് അങ്ങ് പോകാൻ പോവാന്ന്. വട്ടം സമ്മതിക്കില്ല, ഞാൻ സമ്മതിക്കില്ല. വട്ടം പൊളിഞ്ഞല്ലേ എന്താ അല്ലേ? എനിക്ക് തോന്നി 2 പേരും കൂടി എന്നെ ഇട്ട് പൊട്ടം കളിപ്പിക്കാണ്. ഇനി ഈ പെണ്ണിനെ ആരെങ്കിലും കെട്ടിയാലും എനിക്ക് ഒരു പ്രശ്നമില്ല. എനിക്ക് വേണ്ടേ, എന്നെ വെറുതെ അങ്ങോട്ട് വിട്ടേക്ക് കേട്ടാ. ഞാൻ എങ്ങനെയെങ്കിലും ഒരു പശുവിനെ കറന്ന് ജീവിച്ചോളാം കേട്ടാ. എന്റെ അമ്മാവനാണ് കുമ്മാവൻ ഒരെണ്ണം തന്നാണ്ടല്ല. ഹലോ ഹലോ, എവിടെ നിക്കണം എന്നാ പറഞ്ഞേ? ഞങ്ങളിപ്പോഴേ ശിവകാശി നിൽക്കണം. ഇനി ഞങ്ങൾ എങ്ങോട്ട് പോകണം? എങ്ങോട്ട് പോകണ്ട, അവിടെ നല്ല പടക്കക്കട 2 അമിട്ട് പഠിച്ച് നിന്റെ കണ്ണാക്കി വെച്ച് പൊട്ടിക്കടാ. അടുത്ത സ്കിറ്റില്ല. സ്കിറ്റിന്റെ സമയം കഴിഞ്ഞു. എല്ലാവർക്കും വീട്ടിൽ പോയി സന്തോഷകരമായിട്ട് ഉറങ്ങാനുള്ള സമയമാണ്. നിങ്ങൾ ഇന്ന് നന്നായിട്ട് ചിരിച്ചു, ആസ്വദിച്ചു. കൊടുങ്ങല്ലൂർ മതിലകം നിന്നുള്ള ആൾക്കാരാണ്, കുടുംബശ്രീ പിന്നെ പ്രവർത്തകരാണ്, പിന്നെ അവരുടെ ചെറുതുങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് തന്നെ നല്ലൊരു ഗൈഡ് തന്നാടെ, നല്ല ഓഡിയൻസ് ആയിരുന്നു. നന്നായിട്ട് ഉറങ്ങി. ഉഷാറോടുകൂടി എല്ലാവരും അടുത്ത എപ്പിസോഡിൽ നല്ല എനർജി ആയിട്ട് തിരിച്ചു വരണം. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. അപ്പോ ഒരുപാട് ചിരിക്കാനുള്ള സ്കിറ്റുകളുമായിട്ട് ഞങ്ങൾ അടുത്ത എപ്പിസോഡ് വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം. ഗുഡ് നൈറ്റ്.